സർക്കാർ മറുപടി കാര്യങ്ങളിൽ പറയണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നു പറഞ്ഞത്. അപ്പോൾ അത് ഇന്നലെ പറഞ്ഞില്ല എന്നതുകൊണ്ട് ഇന്നു പറഞ്ഞതിൻ്റെ ഗൗരവം ഇല്ലാതാകുന്നുണ്ടോ എസ് കെ സജീഷ്? ഒരു കാര്യം, വിഷയദാരിദ്ര്യം നേരിടുക എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. തങ്ങൾ എന്തെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നോ അതെല്ലാം നിയമസഭയിലും പുറത്തും പരാജയപ്പെടുത്തുന്ന സാഹചര്യമാണ് ഒരു വശത്തുള്ളത്. മറ്റൊരു വശത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ വലതുപക്ഷ UDF രാഷ്ട്രീയത്തിനെതിരായി സംസാരിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന കാഴ്ച മറ്റൊരു വശത്ത് കാണാൻ വേണ്ടി കഴിയുന്നു. ഇതെല്ലാം ഇവരെ വല്ലാതെ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 26-ാം തീയതി ന്യൂസ് 18 ചാനലിൽ നടന്ന ഒരു ചർച്ചയിലാണ് BJPയുടെ നേതാവ് പ്രിൻറ്റു ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. അപ്പോൾ തന്നെ കേസ് കൊടുക്കേണ്ടതല്ലേ? ഇത്രയും ഊർജ്ജസ്വലമായി ഇറങ്ങിയ ആളുകൾ എന്തെങ്കിലും കേസ് കൊടുക്കാൻ വേണ്ടി തയ്യാറായോ? 29-നാണ് KPCC സെക്രട്ടറി ശ്രീകുമാർ ചേരാമംഗലം പോലീസിൽ പരാതി നൽകുന്നത്. 12/10-നാണ് പരാതി നൽകുന്നത്. 12/49 കേസ് രജിസ്റ്റർ ചെയ്തു. 906/2025 എന്ന കേസ് രജിസ്റ്റർ ചെയ്യും, പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. മാത്രമല്ല ഏറ്റവും കൃത്യമായ ഗുരുതരമായ ഇത്തരം വകുപ്പുകൾ ചേർത്തുകൊണ്ട് 192, 352, 351(2) എന്നീ വകുപ്പുകളെല്ലാം ചേർത്തുകൊണ്ടാണ് കേസ് ചാർജ് ചെയ്യുന്ന നിലയുണ്ടായത്. മറ്റൊരു കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ബിപിൻ മാമൻ ഇമെയിലിലൂടെ ഒരു പരാതി അയച്ചിരുന്നു. ഇമെയിലിലൂടെ പരാതി അയച്ചപ്പോൾ അത് തിരുവല്ല HSOക്കാണ് ആ പരാതി ലഭിച്ചത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിച്ചു. ഒരു മെയിലിൽ വന്ന പരാതി ആയതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു. തൽക്കാലമുണ്ടായ മനോവിഷമത്തിൽ ഞാൻ കൊടുത്ത പരാതിയാണ്, തുടർ നടപടിക്ക് താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തു. ഒരു കേസ് അങ്ങനെയാണ് നിലനിൽക്കുന്നത്, മറ്റേ കേസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇവരേത് രീതിയിലാണ് പ്രതികരണം ഉണ്ടായത്. ഇന്ന് നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുന്ന ഒരു വിഷയത്തിൽ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണല്ലോ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. രാജ്യത്തെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ഇത്തരത്തിൽ പരാമർശം നടത്തുന്നതോ BJPക്കെതിരായി രാജ്യവ്യാപകമായി ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതോ കേരളത്തിലെവിടെയെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു പ്രതിഷേധ പ്രകടനമെങ്കിലും നടത്തുന്നതോ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ല, അദ്ദേഹം പറഞ്ഞത് സജീഷ്, അദ്ദേഹം പറഞ്ഞത് 26-ന് ഈ സംഭവം ഉണ്ടാകുന്നു, 27 മുതൽ അങ്ങ് പ്രതിഷേധ പരിപാടികളായിരുന്നു കേരളമാകെ, അങ്ങനെ രാഷ്ട്രീയമായി നീങ്ങി എന്നാണല്ലോ നിജേഷ് പറഞ്ഞത്. നിജേഷിനോട് ചിരിപ്പിക്കരുത് എന്ന് പറയണം, അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഈ ശ്രീ ശരത്ത്, നിങ്ങളും ഞാനുമൊക്കെ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ഈ ചർച്ച കാണുന്ന ഏതെങ്കിലും ഒരാൾ, ഞാൻ അത്രയേ ചോദിക്കുന്നുള്ളൂ, ഈ ചർച്ച കാണുന്ന ഏതെങ്കിലും ഒരാൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം കണ്ടിട്ടുണ്ടോ? VD സതീശൻ്റെ പ്രതിഷേധം കണ്ടിട്ടുണ്ടോ? ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രതിഷേധം കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന നിജേഷ് അരവിന്ദ് നടത്തിയ പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. ഇവർക്ക് വിഷയത്തിൻ്റെ ദാരിദ്ര്യമാണ് നിലനിൽക്കുന്നത്. ഇവർ വല്ലാത്ത അങ്കലാപ്പിലാണ് നിലനിൽക്കുന്നത്. കോൺഗ്രസിനകത്ത് കൂട്ടത്തോടെ ആളുകൾ ആത്മഹത്യ ചെയ്യുകയാണ്. അതിൽ നിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ്. അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വയനാട് ജില്ലയിൽ 5 കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ആത്മഹത്യ ചെയ്തത്. ഇവരുടെ എറണാകുളത്തെ ഡിജിറ്റൽ വിങ്ങിന് നേതൃത്വം നൽകുന്നയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു, ഓഫീസിനകത്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വാഴ്ത്തുന്ന നിലപാടുകൾക്കെതിരായി ശക്തമായ പ്രതിഷേധം കോൺഗ്രസിനകത്ത് രേഖപ്പെടുത്തിയതിൻ്റെ ഭാഗമായി തന്നെ ഡിജിറ്റൽ വിങ്ങിൽ നിന്നും മാറ്റിയെന്നും അഡ്മിൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നും KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തയാളാണ്. ഈ പറഞ്ഞ ഒരു കോൺഗ്രസിന് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം കൂട്ടത്തിൻ്റെ അക്രമത്തിന് ഇരയായി എന്ന് KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തയാളാണ്. അദ്ദേഹം പരസ്യമായി ഫേസ്ബുക്കിലൂടെ ആ കാര്യങ്ങൾ അറിയിച്ചയാളാണ്. അദ്ദേഹത്തിനാണെന്ന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വന്നത്. എവിടെയും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ നിജേഷ് അറിയാലോ, എൻ്റെ നാട്ടിൽ ഇന്നലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസിൻ്റെ ഓഫീസിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാരണം എന്തോ ആവട്ടെ, കോൺഗ്രസ് ഓഫീസ് ആത്മഹത്യ ചെയ്യുന്ന സ്ഥലമാവും മരണത്തിൻ്റെ വ്യാപാരികളായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ഈ പ്രവർത്തകരൊന്നുമല്ല കേട്ടോ, നേതാക്കന്മാരാണ് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നത്. എത്ര ദയനീയമായിട്ടാണ്. നമ്മൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജോസ് നെല്ലയിടം വയനാട്ടിൽ ആത്മഹത്യ ചെയ്തില്ലേ? അദ്ദേഹം ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം എന്താണ്? ആ സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കേസിൽ പ്രതിയാകുന്നു. അത് പ്രതിയാകുന്നത് മറ്റൊരു കോൺഗ്രസ് നേതാവിൻ്റെ ജയിലിലടക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്.
ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വീട്ടിൽ സ്ഫോടക വസ്തുക്കളും കർണാടക നിർമ്മിത ചാരായവും കേരളത്തിൽ നിർമ്മിക്കാൻ വേണ്ടി കഴിയില്ല. കർണാടകം കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്. ഇവർക്കിപ്പോൾ ചാരായമായാലും പണമായാലും ഒക്കെ ലഭിക്കുന്ന കർണാടകത്തിൽ നിന്നാണ്. നിർമ്മിത ചാരായവും കൊണ്ടുവച്ചു എന്നതായിരുന്നു പ്രശ്നം. കേരളത്തിലെ നിങ്ങളീ പറയുന്ന പോലീസല്ലേ അന്വേഷിച്ചിട്ട് നിങ്ങളുടെ പ്രവർത്തകനെ രക്ഷപ്പെടുത്തിയത്? അദ്ദേഹം പ്രതിയല്ല എന്ന് വരുത്തിയത്. അദ്ദേഹം രക്ഷപ്പെട്ടല്ലോ. പക്ഷേ അതിൻ്റെ ഭാഗമായി മറ്റൊരാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് അതിൻ്റെ ഭാഗമായി നിങ്ങളൊരു കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതൊക്കെ ഏത് പാർട്ടിയിലാണ് നടക്കുക എന്നും കൂടി നിജേഷ് പറയണ്ടേ? പോലീസ് ഇവിടെയെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്? ഒരു സ്വന്തം മകനെ കൊന്നുകൊണ്ട് ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ലേ? കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ലല്ലോ, DCCയുടെ ട്രഷറല്ലേ. അദ്ദേഹത്തിൻ്റെ കടം ഇപ്പോൾ കുറച്ച് നിങ്ങൾ വീട്ടിയിരിക്കുന്നു. എന്ത് കടം അദ്ദേഹം ഉണ്ടാക്കി? അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നുണ്ടല്ലോ, കോൺഗ്രസ് കട്ടുകൊണ്ടുപോയ പണം അദ്ദേഹത്തിൻ്റെ തലയിലായി, കുടുംബത്തിൻ്റെ തലയിലായി. ഈ കട്ടവർക്കെതിരായിട്ട് വല്ല നിലപാടും സ്വീകരിക്കുന്നുണ്ടോ നിങ്ങൾ? അതുകൂടി പറയണ്ടേ? അതുകൂടി പറയേണ്ടതുണ്ട്. വേറെയും 2 പേർ വയനാട് ജില്ലയിൽ മാത്രം ആത്മഹത്യ ചെയ്തു ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. ഒന്ന് DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു പാർട്ടി എങ്ങനെയാണ് ഇങ്ങനെയായി മാറുക? എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? വയനാട്ടിൽ തന്നെ അവിടുത്തെ നിങ്ങൾ പ്രഖ്യാപിച്ച വീടെവിടെ? യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടെവിടെ? നിങ്ങൾ പണി തുടങ്ങും എന്നെല്ലാം പറഞ്ഞിരുന്നല്ലോ. 100 വീടുമില്ല കോൺഗ്രസിൻ്റേത്, അപ്പുറത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ 30 വീടുമില്ല. പിരിച്ച പണം എത്രയാണെന്നെങ്കിലും പൊതുസമൂഹത്തോട് പറയാൻ ഒന്ന് നിങ്ങൾ തയ്യാറാകണ്ടേ? ഇത്തരമൊരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആണെങ്കിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഓരോ ദിവസവും വികസന പ്രവർത്തനത്തിൻ്റെ സ്പർശമറിയുന്നവരായി കേരളത്തിലെ ജനങ്ങൾ മാറുന്നു. ഇതിൻ്റെ ഭാഗമായി ഒരു പൊതു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് NSSൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കള്ളക്കളിയാണ് നടത്തുന്നതെന്ന് പരസ്യമായി പറഞ്ഞു. ആരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ വരിവരിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. SNDP ആ തരത്തിൽ തന്നെ നിലപാട് സ്വീകരിക്കുന്നു. ഇതെല്ലാം കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് കാണേണ്ടതുണ്ട്. ഇന്ന് തന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് തന്നെ വയനാട്ടിൽ സോണിയാഗാന്ധിക്കെതിരായി SNDP യൂണിയൻ്റെ സെക്രട്ടറി കൺവീനർ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു ഗിമ്മിക്ക് കാണിക്കാൻ സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ട് അവിടെ ഒരു ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടി അവിടെ SNDP ഓഫീസിലേക്ക് കയറി ചെന്നു. അവിടെ ദൈവദശകം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ അത് തടസ്സപ്പെടുത്തരുതെന്ന് ആണ് അവരുടെ വിശ്വാസം. ഈ ഗിമ്മിക്കിന് വേണ്ടി ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ് ശ്രമിച്ചത് എന്നും അതിൽ ശക്തമായി ശ്രീനാരായണീയരെ അവിടെ ജില്ലയിൽ അപമാനിച്ചതാണ് എന്നും പറയുന്നത് SNDPയുടെ അവിടുത്തെ ബത്തേരി താലൂക്ക് യൂണിയൻ്റെ നേതാവാണ്. ഇത്തരത്തിൽ ഇവരുടെ ഗിമ്മിക്കുകൾ പൊളിയുകയും അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ ഈ സഭയ്ക്കകത്ത് ഈ കേരള രൂപീകരണത്തിന് ശേഷം 34 അടിയന്തര പ്രമേയമാണ് അനുവദിച്ചത്. അതിൽ 17 ഈ ഘട്ടത്തിൽ അനുവദിച്ചതാണ് ഈ ഗവൺമെൻറ് കാലത്ത്. അതുകൊണ്ട് നിങ്ങൾ വാക്കൗട്ട് നടത്തി ആളെ പറ്റിക്കാമെന്നൊന്നും കരുതരുത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നു. ആദ്യം നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോടും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനെതിരായി ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കണം. 4 ആളെ വെച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ നെഞ്ചിന് നേരെ കയറരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ.